നടക്കുകയാണ്. ഒരു കൂട്ടർ ഗർ ബാപ്പസി എന്ന് പറഞ്ഞുകൊണ്ട് മതപരിവർത്തനം തിരിച്ചു വരുന്നത് 800 കൊല്ലം 1000 കൊല്ലം മുമ്പ് മതപരിവർത്തനം ചെയ്ത ആളുകളെ തിരിച്ചു പരിവർത്തനം ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ് എങ്ങനെ ഉണ്ടാവും? ഈ രാജ്യത്ത് അത് എങ്ങനെ ഉണ്ടാവും? കാലം ലോകത്ത് എവിടെയെങ്കിലും നടക്കോ? ഓരോ രാജ്യത്തിനും ഓരോ ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രം എന്നുള്ളത് കൊണ്ട് മറന്നു കളിച്ചാൽ ഇന്ത്യ രാജ്യം ഒറ്റ രാജ്യമായിരുന്നില്ല പണ്ട്. ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് പല പല നാട്ടുരാജാക്കന്മാർ പരസ്പരം പോരടിച്ച് യുദ്ധം ചെയ്ത് കഴുത്തറുത്ത് കൊന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണോ? ഓരോ നാട്ടിലും ഓരോ മൂപ്പൻ, അതായിരുന്നില്ലേ ഈ രാജ്യത്തിൻ്റെ ചരിത്രം? അതാണ് ഭരണം. ഗോത്രങ്ങൾ, രാജ്യങ്ങൾ അവർ പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന സ്ഥിതിയായിരുന്നു ഇന്ത്യ രാജ്യം. ആ ഇന്ത്യ രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യമായി വന്നത്. അതിന് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കില്ലേ? ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത, അതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ മതസൗഹാർദ്ദവും മതേതരത്വം ഉയർത്തിപ്പിടിച്ചില്ല എങ്കിൽ അത് ന്യൂനപക്ഷ വർഗീയതയുടെ പേരിലായാലും ഭൂരിപക്ഷ വർഗീയതയുടെ പേരിലായാലും വലിയ അപകടമാണ്. ആ അപകടാവസ്ഥക്കെതിരായി നമ്മൾ ക്യാമ്പയിൻ ചെയ്യുകയാണ്. മതത്തിൽ ഇതിന് സ്ഥാനമില്ല. നമുക്കറിയാം, ഇവിടെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഏറെ അണിനിരന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അല്ലാത്തവരുണ്ട്, പല മതക്കാരും മുസ്ലിം ലീഗിലുണ്ട്. ഇവിടെ ഇന്ത്യയുടെ ഭരണഘടനയോട് കൂറു പുലർത്തുകയും മതേതരത്വത്തിൽ വിശ്വസിക്കുകയും മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആർക്കും ജാതി മത ഭേദമന്യേ മുസ്ലിം ലീഗിൽ അംഗങ്ങളാവാം. ദളിത് ലീഗും എസ് ടിയും അതുപോലെയുള്ള പല യൂണിറ്റുകൾ നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ന്യൂനപക്ഷ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ, നല്ല ശതമാനം അണിനിരന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇവിടെ ചരിത്രപരമായുള്ള ഒരു കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവരെ വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ അവരെ മറ്റു നിലയിലും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷേ അതൊരിക്കലും തന്നെ മതേതരത്തോടും എല്ലാ മതങ്ങളുടെയും ഒരു കോ എക്സിസ്റ്റൻസിനോടും സഹവർത്തിത്വത്തിലൂടെയുള്ള നിലനിൽപ്പിനും പുരോഗതിയോടും ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല, കോംപ്രമൈസ് ചെയ്യുകയുമില്ല. ആദ്യകാലത്ത് ബാഫഗിത്തങ്ങളും അതുപോലെ തന്നെ പൂക്കോയത്തങ്ങളും ഒക്കെ നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് ഇവിടെ വർഗീയ വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ വർഗീയ വിഭാഗീയ പ്രശ്നങ്ങൾക്ക് എതിരായി വലിയ സ്റ്റാൻഡ് എടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ സ്റ്റാൻഡ് എടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇവിടെ നടുവട്ടത്ത് പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് ബാഫഗിത്തങ്ങൾ എടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് സൗഹാർദ്ദത്തിലാവുന്നില്ല. എന്നും അതാണ് നമ്മുടെ ഒരു ചരിത്രം. അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. അതേ അവസരം മതപരമായ വിദ്യാഭ്യാസം, മതം ആവശ്യമാണ്. മതം മനുഷ്യനെ മോശമാക്കുന്ന കാര്യമല്ല, മതം മനുഷ്യനെ നന്നാക്കുന്നതാണ്. ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തുള്ള ഇന്ന് മോഡേൺ വേൾഡിൽ ഇന്നത്തെ ഈ സിവിലൈസേഷനിലേക്ക് ലോകം വന്നത് നമുക്കറിയാം. അതിനൊരു ചരിത്രമുണ്ട്, അതിന് ഇസ്ലാമിൽ വലിയ പങ്കുണ്ട്. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. ചൈനയിൽ പോയിട്ടെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, മതവിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കും, ശരിയായ മതവിദ്യാഭ്യാസം. ഈ തീവ്രവാദികൾ എഴുതി കൂട്ടുന്ന ബുക്കല്ല മതം എന്ന് പറയുന്നത്. ഈ തീവ്രവാദ സമീപനമുള്ളവർ പ്രസിദ്ധീകരിക്കുന്ന ലഘുലേഖകളല്ല മതം എന്ന് പറയുന്നത്. മതം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ നോക്കിയാൽ മനുഷ്യനെ, അയൽവാസിയെ സ്നേഹിക്കാനും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനും ജാതി മതം ഭേദമന്യേ മനുഷ്യനെ മനുഷ്യനായി കാണാനും അവനാൻ്റെ വിശ്വാസത്തിൽ അവനാൻ അടിയുറച്ച് നിൽക്കാനും അവരവരുടെ വിശ്വാസത്തിന് അപ്പുറം ആരുടെയെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ മാനിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നതാണ് മതം. അതിന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചില ആളുകൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു. അത്തരത്തിലുള്ള സമീപനം എടുക്കുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘടനകളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫാസിസ്റ്റ് സംഘടനകളും രണ്ടിനെയും നമ്മൾ എതിർക്കുന്നു. ഈ ആശയങ്ങൾ വലിയ ക്യാമ്പയിൻ യൂത്ത് ലീഗ് ഏറ്റെടുത്ത് നടത്തണം. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജാഥയാണ്. സാദിഖ് അലിയൊക്കെ ഇവിടെ ഉണ്ട്. സംസ്ഥാന ജാഥ വരാൻ പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളെ അവറുകൾ ഇവിടെ ഉണ്ട്. എതിരെ സിയാബ് തങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അനുമതിക്ക് കാത്തിരിക്കുകയാണ്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജാഥയും വരാൻ പോകുന്ന ഈ ക്യാമ്പയിൻ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വമ്പിച്ച ഒരു ക്യാമ്പയിനായി ഇപ്പോൾ അത് ഏറ്റെടുക്കണം. ആളുകളെ എങ്ങനെ വിഭാഗീയതയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, വർഗീയതയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. വർഗീയതക്കും വിഭാഗീയതയ്ക്കും എതിരായി പോരാടിയാൽ മാത്രമേ ഭൂരിപക്ഷ വർഗീയതയും ഫാസിസത്തെയും ഈ നാട്ടിൽ നമുക്ക് എതിർക്കാനുള്ള അവകാശം ഉണ്ടാവുള്ളൂ.